ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ ആതിരയുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷിനെയും സ്നേഹയും കണ്ട കാര്യങ്ങളെല്ലാം അവന്തിക ഓർക്കുകയാണ്. ധനുഷിനെയും സ്നേഹയും ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. അത് ചിലപ്പോൾ എനിക്ക് തന്നെയായിരിക്കും ആപത്ത്. അതുകൊണ്ട് എത്രയും വേഗം ധനുഷിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം. അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്നും അവന്തിക മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ടെൻഷനോടെ ഇരിക്കുന്ന മാഷിൻ്റെ അടുത്തേക്ക് കമല വരികയാണ്. മാഷെ, എനിക്ക് വേണ്ടത് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെയാണ്. നെല്ലിശ്ശേരി വീടിൻ്റെ അത്രയും സൗകര്യമൊന്നും ഇവിടെയില്ലെങ്കിലും എൻ്റെ മോളെയും കുഞ്ഞിനെയും ഞാൻ നോക്കിക്കോളാം. എങ്ങനെയെങ്കിലും നമുക്ക് അതിരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് കമല പറയുമ്പോൾ മാഷും അതിനെ ശരിവെക്കുകയാണ്. അതേസമയം അനൂപ് അങ്ങോട്ടേക്ക് വരുന്നു. എടാ, അവൾക്ക് എങ്ങനെയുണ്ടെന്ന് കമല ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും നാളെ ഡിസ്ചാർജ് ആകുമെന്നും അനൂപ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ആതിരയ്ക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്ന അനഘയാണ് കാണിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അനഘയ്ക്ക് വിഷമമായോ എന്ന് ആതിര ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തെന്നറിഞ്ഞപ്പോൾ എനിക്കാദ്യം ഞെട്ടലാണ് ഉണ്ടായതെന്ന് അനഘ പറയുന്നു. അനഘ വല്ലാതങ്ങ് മാറിപ്പോയെന്ന് ആതിര പറയുമ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഇനി എന്ത് പ്രായശ്ചിത്തമാ ചെയ്യേണ്ടതെന്ന് അനഘ ചോദിക്കുന്നു. ഇനി നീ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട. ഇപ്പോഴുള്ളതുപോലെ എല്ലാവരെയും സ്നേഹിച്ചും പരിചരിച്ചുമൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി. ഒരു കണക്കിന് ഞാനിങ്ങനെ ചെയ്തത് നന്നായി. അതുകൊണ്ടല്ലേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിച്ചത്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന പറയുകയാണ്, തെറ്റിദ്ധാരണയ്ക്ക് ശേഷമുള്ള സ്നേഹവും ഒരു പ്രത്യേകതയുള്ള ഒന്ന് തന്നെയാ. പക്ഷേ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായാലേ ഇതേപോലെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ മതി. തുടർന്ന് സന്ദീപ് പറയുകയാണ്, ആതിരെ, ഇനി കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഫാർമസിയിൽ നിന്നും മരുന്നും കൂടി വാങ്ങിയ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് സന്ദീപ് പറയുമ്പോൾ ആതിരയ്ക്ക് സന്തോഷമാകുന്നു. അതേസമയം കമലയും മാഷും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. മോളെ, ആതിര മോളെ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് വൃന്ദാവനം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം കൂടി പറയാനാ ഞങ്ങൾ വന്നത്. കമലയ്ക്ക് വല്ലാത്ത ആദ്യ തന്നെയാ. ഇത് കേൾക്കുന്ന കമല പറയുകയാണ്, നെല്ലിശ്ശേരി വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ച് ദിവസം അവള് ഞങ്ങളുടെ ഒപ്പം നിൽക്കട്ടെ. സന്ദീപിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വേണ്ടെന്ന് കമല പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലമ്മേന്ന് സന്ദീപ് പറയുന്നു. അവിടുത്തെ അച്ഛനോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ അച്ഛന് വിഷമമാകുമെന്ന് അർച്ചന പറയുന്നു. എന്നാ മാഷെ, ഇപ്പൊ തന്നെ സേതുവേട്ടനെ വിളിച്ച് പറഞ്ഞേക്കാൻ കമലയും പറയുന്നു. അങ്ങനെ മാഷ് സേതുവിനെ വിളിച്ച് അനുവാദം ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, എൻ്റെ മാഷെ, ഇതൊക്കെ എന്നോടെന്തിനാ അനുവാദം ചോദിക്കുന്നത്? എനിക്കറിയാം ആതിരയ്ക്ക് ഈ വീട്ടിൽ വെച്ചുണ്ടായതിന് പൂർണ്ണ ഉത്തരവാദികൾ ഞാനും എൻ്റെ മകനുമാണെന്ന്. നിങ്ങൾ സന്ദീപിനോട് ക്ഷമിക്കണം. സേതു, അങ്ങനെയൊന്നും പറയണ്ട. എൻ്റെ മോള് കാണിച്ച കയ്യബദ്ധത്തിന് ആരെയും കുറ്റപ്പെടുത്തുകയും വേണ്ട. ആതിരയെ മാഷ് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയിക്കോ. സൗകര്യം പോലെ ഞാൻ വന്ന് കണ്ടോളാമെന്ന് സേതു പറയുന്നു. അങ്ങനെ കോൾ കട്ട് ചെയ്തതിനു ശേഷം മാഷ് പറയുകയാണ്, ഇവളിങ്ങനെ ചെയ്തതിൽ സേതുവിന് നല്ല വിഷമമുണ്ടായിട്ടുണ്ട്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇവളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് കമലയും ചോദിക്കുന്നു. അമ്മേ, ഇനി അവളെ വഴക്കൊന്നും പറയണ്ട. അവളിനി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ സേതുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സേതു പറയുകയാണ്, ആതിരയുടെ അച്ഛനാ വിളിച്ചത്. കുറച്ച് ദിവസം അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നിർത്തുകയാണെന്നാ പറഞ്ഞത്. നീ സന്ദീപിനോട് കാര്യം ചോദിച്ചായിരുന്നോ? അതച്ചാ, അവർ തമ്മിലുള്ള എന്തോ ഒരു വഴക്കിൻ്റെ പേരിലാ ഇങ്ങനെയൊക്കെ നടന്നതെന്നാ സന്ദീപ് പറഞ്ഞത്. എന്നാൽ നീ തന്നെ സന്ദീപിനോട് പറയണം, എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സ്നേഹയുടെ കാര്യം മറക്കണ്ട. നീ ധനുഷിനോട് സംസാരിച്ചിരുന്നോ? ഇല്ലച്ചാ, അതിനുള്ള സന്ദർഭം ഉണ്ടായില്ല. ഇന്നെന്താണെങ്കിലും സംസാരിക്കാമെന്ന് നന്ദൻ പറയുമ്പോൾ നിനക്കെന്തെങ്കിലും സൗകര്യക്കുറവുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് സേതു പറയുന്നു. അത് വേണ്ടച്ചാ, ഞാൻ തന്നെ സംസാരിക്കാം. എതിർപ്പ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താണെങ്കിലും ധനുഷിനോട് സംസാരിക്കുക. അവൻ എതിർപ്പില്ലെങ്കിൽ നമുക്കിത് വേഗം തന്നെ നടത്താം. നമ്മളെല്ലാം സംസാരിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം മതി സ്നേഹയും മറ്റുള്ളവരെയും അറിയിക്കുന്നത്. ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കാം അച്ഛാ എന്ന് നന്ദൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹയാണ്. അതേസമയം ധനുഷ് ഔട്ട് ഹൗസിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഇന്നാണ് കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു കണി കാണുന്നത്. ഒരു ദേവിയെ തന്നെയാണ് ഞാൻ കണ്ടതെന്ന് ധനുഷ് പറയുമ്പോൾ അതാരാണെന്ന് സ്നേഹ ചോദിക്കുന്നു. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെ. അതേസമയം പുറത്തേക്ക് വരുന്ന നന്ദൻ ധനുഷും സ്നേഹയും കൂടി ചിരിച്ച് സംസാരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് അവന്തിക താഴേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് പോകുന്ന നന്ദനെയാണ്. നന്ദേട്ട എന്ന് വിളിച്ചുകൊണ്ട് അവന്തിക പിന്നാലെ ചെല്ലുന്നു. നിനക്കെന്തോ കാര്യം നടക്കാനുണ്ടെന്ന് മനസ്സിലായി. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നന്ദേട്ടനോട് ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. ധനുഷിൻ്റെയും സ്നേഹയുടെയും കാര്യമാണ് ഞാൻ പറയാൻ വന്നത്.
അവരുടെ എന്ത് കാര്യമെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അല്ല നന്ദേട്ട, ധനുഷ് നല്ലൊരു പയ്യനല്ലേ, ബിസിനസ്സിലും അവൻ നല്ല മികവ് പുലർത്തുന്നുമുണ്ട്. ഈ നെല്ലിശ്ശേരി വീട്ടിലേക്ക് അവനെയും ഒരംഗമായി കൊണ്ടുവന്നൂടെ? സ്നേഹയ്ക്കും വിവാഹപ്രായമായി അവൾക്ക് എന്തുകൊണ്ടും യോജിക്കുന്ന ഒരാൾ തന്നെയാണ് ധനുഷ്. നമുക്ക് വേണമെങ്കിൽ അതേക്കുറിച്ച് ആലോചിക്കാം, അല്ലെങ്കിൽ ആലോചിക്കാതിരിക്കാം. ഇത് കേൾക്കുന്ന നന്ദൻ ചോദിക്കുകയാണ്, നീ ഇപ്പോൾ അച്ഛനുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഇല്ല, ഞാനിത് നന്ദേട്ടനോടാ ആദ്യം പറയുന്നത്. പിന്നെങ്ങനെയാ ഞാനും അച്ഛനും തമ്മിൽ സംസാരിച്ച കാര്യം നീ അറിഞ്ഞത്? സ്നേഹയ്ക്ക് വേണ്ടി ധനുഷിനെ ആലോചിച്ചാലോ ഇന്ന്? ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. ഞാൻ ധനുഷിനോട് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാനിരിക്കുകയായിരുന്നു. നീ എന്താണെങ്കിലും ഇതാരോടും കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട, ആദ്യം ധനുഷിന്റെ കാര്യം ചോദിക്കട്ടെ. അങ്ങനെ നന്ദൻ അവിടുന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അച്ചുവിന് വേണ്ടി ഒരു വഴിപാട് നേർന്നിട്ടുണ്ടെന്നും സച്ചിമോൻ കൂടി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്നും മാഷ് സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയുകയാണ്, അച്ഛാ, എനിക്കിപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ അർച്ചനയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അല്ല മോനെ, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും മോൻ പിന്നെ പറഞ്ഞില്ലല്ലോ. അതേസമയം അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.